ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ റംസാനൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ വീഡിയോസൊക്കെ ഇടൽ വളരെ കുറവാണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, കുറച്ച് ബിസിയോ അങ്ങനെയൊക്കെ ആയിപ്പോയി. അപ്പോൾ ഇനി പരമാവധി എല്ലാ ഡെയിലി വീഡിയോസ് ഇടണം എന്നാണ് ആഗ്രഹം. പിന്നെ ഇതേ കാണുന്ന പൈപ്പിൽ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതൊക്കെ കേട്ടോ, ഫ്ലിപ്കാർട്ടിൽ നിന്ന്. സംഭവം നല്ല അടിപൊളി പൈപ്പ് തന്നെ കേട്ടോ. ഞാൻ മുന്നേ ഇവിടുന്ന് വാങ്ങിയ പൈപ്പ് അങ്ങ് പോയിക്കുന്നു. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കിയതാണ്, ഇല്ലെങ്കിൽ റിട്ടേൺ എടുക്കാമെന്ന് കരുതി. പിന്നെ ഇത് വൈകുന്നേരം നോമ്പിനേക്ക് വേണ്ടിയിട്ട് അരച്ച് വെക്കുന്നത് കേട്ടോ, മുത്താരിക്കും പിന്നെ ഉഴുന്നും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ഡയറ്റിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യും. അപ്പോൾ ഞാൻ അധികവും ചുടുന്നത് ഈ ദോശ കേട്ടോ, നമ്മുടെ എന്താ പറയുക, മുത്താറിനെ കൊണ്ട് ചുടുന്ന ദോശ. അപ്പോൾ എനിക്ക് വളരെ നല്ല ഇഷ്ടപ്പെട്ടൊരു സംഭവം കേട്ടോ ഈ ദോശ. അപ്പോൾ ഇത് രാവിലെ തന്നെ അരച്ച് അവിടെ വെച്ചാൽ വൈകുന്നേരത്തേക്ക് സെറ്റാക്കും. പിന്നെ നേരെ വിട്ടത് മുറ്റത്തേക്കാണ് കേട്ടോ. ഇവിടെ ചെടികൾക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ വൈകുന്നേരം റമദാനൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് എന്താ പറയുക, ഫുഡിൻ്റെ ഒക്കെ ബിസി ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ രാവിലെ തന്നെ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം നോക്കണ്ടല്ലോ. അപ്പോൾ 2 ദിവസം മുന്നേ നല്ല മഴയുണ്ട്, നിങ്ങൾക്ക് അങ്ങോട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അന്നേരം എന്ന് വെച്ചാൽ ഞാൻ ചെടികൾ തീരെ നോക്കിയിട്ടോ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുന്നത് പോലെ ആയിരിക്കും നമ്മളെ ചെടികളുടെ വളർച്ചയൊക്കെ, പറയുന്നത് സത്യമാണ്. വെറുതെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇങ്ങ് പോന്നു കഴിഞ്ഞാൽ ചെടികൾക്ക് അതിൻ്റേതായ ഒരു ഉന്മേഷമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇടയ്ക്കൊക്കെ നമ്മൾ അതിനെ പരിപാലിക്കുന്നു എന്ന് തന്നെ തോന്നണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ഇടയ്ക്കിടയ്ക്ക് മണ്ണൊക്കെ കിളച്ചിട്ട് കൊടുക്കുക, വളം കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ചെടികൾ നല്ലോണം ഉഷാറായിട്ട് തന്നെ വളരും. ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയുള്ള വ്ളോഗൊന്നുമല്ല കേട്ടോ, ചെറിയൊരു മിനി വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെന്ന് വെച്ചാൽ കുറേ ആയില്ലേ വ്ളോഗൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ ഉണ്ടായിരുന്നു. സാധാരണ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ എന്താ ഒരു ഉറക്കത്തിലായി മെയിൻ ഉള്ളത്, വേറെ ഒന്നല്ല. നമ്മൾ കുറച്ച് കത്തായാലും കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉറക്കില്ലേ, അത് എനിക്ക് ഭയങ്കര കേട്ടോ ഈ ഉറക്ക്. പിന്നെ ഒരു വല്ലാത്തൊരു ഉറക്ക് തന്നെയായിരിക്കും അത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് കേട്ടോ. ദേ ഈ കാണുന്നൊരു തൈ ഇല്ലേ ഇതിൻ്റെ അറ്റത്തുള്ളത്, ഇതാണ് ബുഷ് ഓറഞ്ച് കേട്ടോ. നിങ്ങളെ വീട്ടിലെല്ലാം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ഏത് സീസണിലും ഇതിൽ ഓറഞ്ച് ഉണ്ടാവും എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാനൊരു തൈ വാങ്ങി നോക്കിയതാ. പിന്നെ ഇത് നമ്മളെ മണി പ്ലാന്റ് പോലത്തെ ഈ ചെടിയില്ലേ, ഇതൊരു എന്താ പറയുക, ഉപ്പേരി വെക്കുന്ന ഇലയാണ് കേട്ടോ. ഇത് വയനാട്ടിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് അവളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ഒരു തണ്ട് ഞാനും അവിടെ കുഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായി പൊടിച്ച് വന്നതാണത്. അപ്പോൾ ഉപ്പേരി വെച്ച് നോക്കി നോക്കുമ്പോൾ എന്താ നമ്മുടെ വെണ്ടയില്ലേ, വെണ്ട ഉപ്പേരി വെച്ചതുപോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡിൽ കുഴിച്ചിട്ടത് ഈ ചെടിയില്ലേ, ഇത് ഈ സംഭവം, ഇത് ഒരു ചെറിയൊരു തെങ്ങ് പോലെ ആയി വരുന്നതാണ് കേട്ടോ. ചെടി തന്നെയാണ്, അതിന് വലിയ പ്രത്യേകിച്ച് കായോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ ഏകദേശം ഒരു 2.5 കൊല്ലമായി ഞാൻ കുഴിച്ചിട്ടിട്ട്. അപ്പോൾ കുറച്ച് വലുതായി, അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഗ്രോ ബാഗിൽ കുറച്ച് പച്ചക്കറികൾ ഞാൻ ആ മതിലിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് പാലക്കാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് അവരോട് അത് പറഞ്ഞിട്ടാണ് വിത്ത് വാങ്ങിയത്. പക്ഷേ ഇത് പാലക്കൊന്നുമല്ല, അതിൻ്റെ വേറെ എന്തോ ഒരു എന്താ പറയുക, നമ്മളെ ബീൻസൊക്കെ ഇല്ല, ബീൻസ് അതിൻ്റെ ഒരു വേറൊരു ടൈപ്പാണ് എനിക്ക് തോന്നുന്നത്, ഒരു അമര എന്നൊക്കെയാണ് തോന്നുന്നത് അതിന് പറയുക. അപ്പോൾ അങ്ങനെ ഒരു ഉപ്പേരിയൊക്കെ വെക്കുന്ന ഒരു സംഭവം അതിൻ്റെ മുകളിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ സത്യത്തിൽ പാലക്കിൻ്റെ ഇത് വേണമെന്നൊക്കെ കരുതിയിട്ടാണ് അത് അവിടുന്ന് വാങ്ങിയത്. നോക്കുമ്പോൾ വിത്ത് മാറിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുപോലെ കുറച്ച് വെണ്ടയുണ്ട്, പിന്നെ പയറുമേൽ ഇതുവരെ ഒന്നും കായ്കളൊന്നും ഉണ്ടായിട്ടില്ല.
2 ദിവസം മുന്നേ നല്ലൊരു മഴ പെയ്തിട്ടില്ലേ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇതൊക്കെ പോയെന്നാണ്. തീർത്തും എന്താ പറയുക, പാടും അങ്ങ് വീണ് പോയിട്ടുണ്ടേനും. പിന്നെ ഞാൻ അതിന് മണ്ണും പിന്നെ കുറച്ച് വളങ്ങളും ഒക്കെ ഇട്ടുകൊടുത്തേരം ഇന്ന് കുറച്ച് ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഫുൾ പുല്ല് വന്നിങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന കണ്ടു. ഇതൊന്നും സത്യത്തിൽ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായി നോക്കാത്തത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അതൊക്കെ പറിച്ച് നല്ല രീതിയിൽ അതിൻ്റെ മണ്ണൊക്കെ കിളച്ച് കൊടുക്കട്ടെ എന്ന് കരുതി. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ചകിരിച്ചോറ്, അതുകൊണ്ടാണ് നമ്മുടെ മിക്സിംഗ് പൗഡർ റെഡിയാക്കിയിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ അത് നല്ല രീതിയിൽ കിളച്ചിടാൻ സാധിച്ചിട്ടുണ്ടേനു. പിന്നെ ഇത് ഈ കാണുന്ന ചെടിയില്ലേ, ഇതെൻ്റെ വീട്ടിൽ ഞാനെന്ത് ഒന്ന് വാങ്ങിയിട്ട് പിന്നെ അതിൻ്റെ തണ്ട് മുളപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ മോള് ജസ്റ്റ് ഈ തണ്ടെടുത്തിട്ട് എന്നോട് പറഞ്ഞു, ഉമ്മച്ചിയെ ഞാനിത് വെള്ളത്തിലിടട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇനി വെറുതെ എന്തിനാ വെള്ളത്തിലിടുന്നത്, അത് പൊടിക്കൊന്നുമില്ല എന്ന്. പക്ഷേ സംഭവം പൊളിയാണ് കേട്ടോ. അവൾ ഇട്ടതുപോലെ തന്നെ അത് പൊടിച്ച് കഴിഞ്ഞു. ഏകദേശം 2-3 ആഴ്ചേൻ്റെ അടുത്തായി ഇത് വെള്ളത്തിലിട്ടിട്ട്. പകലെ നോക്കി നോക്കുമ്പോൾ അത് വാടോ ഒന്നും ചെയ്യുന്നില്ല, അതിൽ ചെറിയ പൊടിപ്പ് വന്നിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഇന്നത്തെ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. SR ടോക്സ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.